ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ചോന്നമീൻ മുളകിട്ട കറിയാണ് കേട്ടോ. ചോന്നമീൻ, കിളിമീൻ, പുതിയാപ്ല എന്നൊക്കെ പറയും. അപ്പോൾ ഇത് 1/2 കിലോ മീൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്കിനി അതിൻ്റെ ബാക്കി കാര്യങ്ങൾ നോക്കാം. പിന്നെ വേണ്ടുന്നതാണ് 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടി, പിന്നെ 2 ടേബിൾ സ്പൂൺ ചുവന്ന മുളക് പൊടി. അതായത് നിങ്ങൾക്ക് എരിവുള്ള മുളക് പൊടി വേണമെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ ചുവന്ന മുളക് പൊടിയുടെ കൂടെ 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി കൂടെ ഒന്ന് ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ മല്ലിപ്പൊടി 1 ടീസ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടുന്നതാണ്, ഞാൻ പുളിക്ക് വേണ്ടി ചേർക്കുന്നത് മാങ്ങയാണ് കേട്ടോ. അപ്പോൾ ഒരു ചെറിയ മാങ്ങ, നല്ല പുളിയുള്ള മാങ്ങയാണ്, അത് നീളത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട്, തൊലിയൊക്കെ കളഞ്ഞിട്ട്. പിന്നെ വേണ്ടുന്നതാണ് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 5-6 വെളുത്തുള്ളി അല്ലി, ഒരു പച്ചമുളക്, വലിയ പച്ചമുളക് നടുകെ കീറി എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടുന്നത് ഉപ്പ്. അപ്പോൾ മീൻകറി വെക്കാനായി ഞാൻ ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾക്ക് മുറിച്ച് വെച്ച മാങ്ങ ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ല പുളിയുള്ള മാങ്ങയാണ് കേട്ടോ ഇത്. നല്ല പുളിയുള്ള മാങ്ങ എടുക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ഇതിൽ 5-6 വെളുത്തുള്ളി ചതച്ചതും പച്ചമുളക് നീളത്തിൽ മുറിച്ചതും ഒരു കഷ്ണം ഇഞ്ചി നീളത്തിൽ മുറിച്ചതും ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. പിന്നെ അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി. അപ്പോൾ അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ ചുവന്ന മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ എരിവുള്ള മുളക് പൊടി അതിൽ ചേർക്കണം എന്നുള്ളവർക്ക് അങ്ങനെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഉപ്പ് കൂടെ ആവശ്യമുള്ളത് ചേർത്ത് കൊടുക്കാം. പിന്നീട് നോക്കിയതിന് ശേഷം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിൽ കുറച്ച് വെളിച്ചെണ്ണ, ഒരു 1/4 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മൾക്ക് ഇത് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതാ കൈ വെച്ചിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കണം. കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യണം കേട്ടോ, നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും എന്നാൽ. അപ്പോൾ ഇതാ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അതിലേക്ക് നമ്മൾക്ക് പാകത്തിനുള്ള വെള്ളം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പാകത്തിനുള്ള വെള്ളം കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്യാം, വെള്ളം ഒഴിച്ചതല്ലേ. അപ്പോൾ ഇതാ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുവരെ ഞാൻ അതിൻ്റെ ഫ്ലെയിം ഓൺ ആക്കിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഫ്ലെയിം ഒന്ന് ഓൺ ആക്കി കൊടുത്തേക്കുന്നു. അപ്പോൾ ഇത് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഏറ്റവും ആദ്യം നന്നായി തിളച്ച് അതിൻ്റെ ആ മാങ്ങ കഷ്ണമൊക്കെ ഇച്ചിരി ഒന്ന് വെന്തതിന് ശേഷം നമ്മൾക്ക് മീനിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. കാരണം അത് പെട്ടെന്ന് പൊടിയുന്ന മീനാണല്ലോ. അപ്പോൾ അതിൻ്റെ പേരിലാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതാ മീൻ ആവശ്യമായ ഗ്രേവി നന്നായി തിളച്ച് അതിലത്തെ മാങ്ങയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് മീനിൻ്റെ കഷ്ണങ്ങൾ പെറുക്കി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ ഓരോന്നായി നമുക്കിതങ്ങനെ പെറുക്കി വെച്ച് കൊടുക്കാം. ഇതുപോലെ ഈ കറി റെഡിയാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് റെഡിയാക്കി നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. കാരണം പുളി കൂട്ടിയിട്ട് ഉണ്ടാക്കാം, പക്ഷെ മാങ്ങ കൂട്ടി ഇതുപോലെ ഉണ്ടാക്കുന്നത് നമുക്ക് വേറെ തന്നെ ഒരു ടേസ്റ്റ് കൊടുക്കുന്ന ഒരു കറിയാണിത്. അപ്പോൾ ഇതെല്ലാം ഞാൻ മുഴുവനായിട്ട് ഒന്ന് വെച്ചിട്ട് വരാം. അപ്പോൾ മീനിൻ്റെ കഷ്ണങ്ങളെല്ലാം തിളച്ച ഗ്രേവിയിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ചെറിയ ഇതുപോലെ നേർത്ത സ്പൂൺ എടുത്തിട്ട് വേണം ഇതൊന്ന് ആ ഗ്രേവിയിലോട്ട് ഇങ്ങനെ താഴ്ത്തി കൊടുക്കാൻ. ഒരുപാട് ഇങ്ങനെ കയ്യിലിട്ട് ഇളക്കരുത് കേട്ടോ, അപ്പോൾ നന്നായി പൊടിഞ്ഞു പോകും. അപ്പോൾ ഇതാ ഉപ്പൊന്ന് നോക്കാം ഗ്രേവിയുടെ. അപ്പോൾ ഉപ്പ് പാകത്തിനുണ്ട്. ആ മീനിൻ്റെ കഷ്ണത്തിന് വേണ്ടുന്ന ഉപ്പ് കൂടി ആ കറിയിനകത്തുണ്ട്. അപ്പോൾ നമുക്കിത് ഒന്ന് അടച്ച് വെച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇടയ്ക്ക് ഇതുപോലെ ചട്ടി ഒന്ന് ചുറ്റിച്ച് കൊടുക്കാൻ മറക്കരുത്, കയ്യിലിടരുത്. അപ്പോൾ ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഒന്ന് റെഡിയാവാനുണ്ട്. വീണ്ടും അടച്ച് വെച്ചിട്ടൊന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതാ ചാറൊക്കെ നന്നായി കുറുകി വന്നിട്ടുണ്ട്, കഷ്ണങ്ങളൊക്കെ വന്നിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മീൻ കറിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മാങ്ങായും മുളക് പൊടിയും ചേർത്ത് വറ്റിച്ച് വെച്ച മീൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. നല്ല ടേസ്റ്റാണ് കേട്ടോ, ഇത് സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഞാനൊന്ന് ഫ്ലെയിമൊന്ന് ഓഫാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഇതിൻ്റെ മേലെ കൂടെ കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം.
അപ്പോൾ ഇങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് അതിൻ്റെ ചൂടൊക്കെ ആറി കഴിക്കാനായിരിക്കും ഇത് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.